ഇന്ന് നമുക്ക് വറുത്തരച്ച ഉരുളക്കിഴങ്ങ് കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് അരിഞ്ഞതിലോട്ട് പകുതി സവാളയും 4 കഷ്ണം പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ചേർത്ത് വേവിക്കുക. നന്നായി വേവിക്കേണ്ട ആവശ്യമില്ല, പകുതി വേവിനെടുത്ത് വേവിച്ചാൽ മതി. ഉരുളക്കിഴങ്ങ് നന്നായി വേവിക്കേണ്ട എന്ന് പറഞ്ഞതിന് കാരണം ഇവിടെ നമ്മൾ ഉരുളക്കിഴങ്ങ് വറുത്തരച്ചാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ അരപ്പ് ചേർത്തതിന് ശേഷം കറി നന്നായി തിളയ്ക്കണം. ഞാനിവിടെ കറി വയ്ക്കാനായിട്ട് മൺകലമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ചീനച്ചട്ടിയിൽ വയ്ക്കുന്നതിനേക്കാളും ടേസ്റ്റ് കുറച്ച് മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ മൺചട്ടിയിൽ വയ്ക്കുന്നത് തന്നെയാണ്. ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം പകുതി തേങ്ങ ചിരകിയത് ഇടുക. അതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും 2 അല്ലി വെളുത്തുള്ളിയും ചേർക്കുക. ഇങ്ങനത്തെ കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നാളികേരം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. കരിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നാളികേരം ഒരു ബ്രൗൺ കളർ ആയതിനു ശേഷം മാത്രം പൊടികൾ ചേർക്കുക. മല്ലിപ്പൊടി, മുളക് പൊടി എന്നിവയാണ് ചേർക്കേണ്ടത്. മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി വേവിച്ചതിൽ ചേർത്തത് കൊണ്ട് ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. മുളക് പൊടി നമ്മൾ താല്പര്യത്തിനനുസരിച്ച് ചേർത്താം, പക്ഷെ മല്ലിപ്പൊടിയാണ് ഒരു പടി മുന്നിൽ നിൽക്കേണ്ടത്. കറി നല്ല ഡാർക്ക് കളർ ആവണമെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി കുറച്ചധികം ചേർക്കുക. നല്ലോണം ഇളക്കിക്കൊണ്ടേയിരിക്കുക. കരിയാതിരിക്കാൻ ശ്രദ്ധിക്കണം, എന്നാൽ നന്നായി മൊരിയുകയും വേണം. നന്നായി മൊരിഞ്ഞാൽ മാത്രമേ നമ്മുടെ കറി നല്ല ഡാർക്ക് കളറാവുള്ളൂ. നല്ല ഡാർക്ക് കളറായതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ലോണം മഷി പോലെ അരച്ചെടുക്കുക. ഈ അരപ്പ് നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചതിലോട്ട് ചേർക്കുക. പിന്നീട് കറി മൂടി വെച്ച് നന്നായി തിളപ്പിക്കുക. ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഉപ്പ് നോക്കുക. അരപ്പ് ചേർത്തതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കുക. ഒപ്പം പകുതി തക്കാളിയും വേപ്പിലയും ചേർക്കുക. ഞാനിവിടെ നല്ല കുറുകിയ കറി കിട്ടാൻ വേണ്ടി അരപ്പ് അധികം വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. നിങ്ങളെ താല്പര്യത്തിനനുസരിച്ച് വെള്ളം ചേർക്കാം കേട്ടോ. പലർക്കും പല താല്പര്യമായിരിക്കുമല്ലോ. നമ്മൾ ചേർത്ത അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം കറി തിളപ്പിക്കണം. അരപ്പിൻ്റെ പച്ചമണം മാറിയാൽ മാത്രമേ കറിയുടെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ കറിയൊക്കെ നന്നായി തിളച്ച് വറ്റിയതിന് ശേഷം ഇതിലോട്ട് ഉള്ളി താളിച്ചൊഴിക്കുക. ഇങ്ങനൊരു കറി നമുക്ക് ചോറിനുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. വയറ് നിറച്ച് ചോറിനാനായിട്ട് ഈ ഒരു കറി മാത്രം മതി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.